വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ചക്കക്കുരു കൊണ്ടുള്ള ഉണ്ടയുടെ റെസിപ്പിയാണ് ഇത്. ചക്ക കൊണ്ടും ചക്കക്കുരു കൊണ്ടും നമ്മൾ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. നിരവധി പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് ചക്കക്കുരു. അപ്പം ചക്കക്കുരു കൊണ്ട് തന്നെ നമുക്കൊരു ഉണ്ട ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ചക്കക്കുരുവാണ്. അതുകൊണ്ട് ഞാനൊരു പാൻ വെച്ചിട്ട് ഡയറക്റ്റ് ഈ ചക്കക്കുരു ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുവാണ്. നിങ്ങളുടെ അടുത്ത് ഡ്രൈ ആയിട്ടുള്ള ചക്കക്കുരു ഇല്ല എന്നുണ്ടെങ്കിൽ ചക്കക്കുരു തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതിയാവും. ചക്കക്കുരുവിന് കിലുകില സൗണ്ട് കേൾക്കുമ്പോൾ അത് റെഡിയായെന്ന് അറിയാൻ പറ്റും. ഇനി ഇത് ഡയറക്റ്റ് പൊടിക്കുന്നതിന് പകരം നമ്മൾ ഒരു ചതയ്ക്കുന്ന ഒരു ഇതുപോലെയുള്ള ഇതിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഡയറക്റ്റ് പൊടിക്കാൻ നോക്കുകയാണെങ്കിൽ പൊടിയില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ ഈ ഒരു പൊടി ഉപയോഗിച്ച് ഞാനൊരു മിൽക്ക് ഷേക്കിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ചക്കക്കുരുവിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് ചക്കക്കുരു പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചക്കക്കുരു പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നെയ്യിൽ കുറച്ചൊന്ന് വറുത്തെടുത്ത് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വറുത്താൽ മതിയാവും. പിന്നെ മധുരത്തിനായിട്ട് ഞാനിവിടെ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരപ്പൊടി എടുത്തിട്ടുണ്ട്. ശർക്കരപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ഇത് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ഞാനിവിടെ പീനട്ട് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു നുള്ള് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് പീനട്ട് ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് കടല എടുത്തിട്ട് അതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പീനട്ട് ബട്ടർ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ആദ്യം നമ്മളൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ കൈ വെച്ചിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ എല്ലായിടത്തും എല്ലാം ഒന്ന് എത്തുള്ളൂ. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ടിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുണ്ട്, ഇതുപോലെ അങ്ങ് ഉരുട്ടിയെടുക്കണം. ചക്കക്കുരുവിൽ ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. കൂടാതെ പ്രമേഹം നിയന്ത്രിക്കാനും ചക്കക്കുരു നമ്മളെ സഹായിക്കുന്നുണ്ട്. ചില ആളുകളൊന്നും ചക്കക്കുരു കഴിക്കാറില്ല. ചില കുഞ്ഞു മക്കളൊന്നും മെഴുക്കുവരട്ടിയോ കറികളൊന്നും വെച്ചാലൊന്നും ചക്കക്കുരു കഴിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അത് അവൾക്ക് ഒരുപാട് ഗുണം ഉണ്ടാക്കും. കാരണം ചക്കക്കുരുവിൽ ഒരുപാട് വൈറ്റമിൻസും അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒക്കെ ഉള്ളതുകൊണ്ട് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ ചെറിയ ചെറിയ രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.